Students, welcome back. ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡോക്യുമെൻറ്റ്സ് അണ്ടർ ലോക്കൽ പർച്ചേസ്. അപ്പോൾ ലോക്കൽ പർച്ചേസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വേണം. ഈ ഡോക്യുമെൻറ്റ്സ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ എവറി മൂവ്മെൻറ്റിലും മുനിസിപ്പാലിറ്റി വന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഡെലിവറി ഓർഡർ വരും, പാക്കിംഗ് ലിസ്റ്റ് വരും, പെർഫോമ ഇൻവോയ്സ് വേണമെങ്കിൽ ആവാം. നോർമലി അത് ഇൻ്റർനാഷണൽ പർച്ചേസിനാണ് വരാറ്. കമേഴ്ഷ്യൽ ഇൻവോയ്സ് നോർമലി വെയർ ഹൗസിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടില്ല. അത് അതിൽ എക്സാക്റ്റ് വാല്യൂ ഉള്ളത് കൊണ്ട് ഫിനാൻഷ്യലായിരിക്കും പോകുന്നത്. അതുപോലെ നമുക്ക് ഈ മെറ്റീരിയൽ ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ ഫൈറ്റോ സാനിറ്ററി, ഈ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സാണ് നമ്മൾ ലോക്കൽ പർച്ചേസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് വേണ്ടത്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് പാക്കിംഗ് ലിസ്റ്റാണ്. ഈ ലോക്കൽ പർച്ചേസിൽ വരുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. ബാക്കിയൊക്കെ ഫർദർ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ഫുൾ ഡെലിവറി അണ്ടർ ലോക്കൽ പർച്ചേസ് ഓർഡർ. അതായത് ലോക്കൽ പർച്ചേസിൽ ഫുൾ ഡെലിവറി എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 100 കാർട്ടൺസ് നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് ആ 100 കാർട്ടൺസും അവർ ഡെലിവറി ചെയ്യും, നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട്, ലോജിസ്റ്റിക്സ് കമ്പനിയുടെ ഡിമാൻഡ് അനുസരിച്ച്. അപ്പോൾ ആ ഓർഡർ ചെയ്ത ഫുൾ ക്വാണ്ടിറ്റി ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഫുൾ ഡെലിവറി സിസ്റ്റം എന്ന് പറയുന്നത് അണ്ടർ സപ്ലൈ ചെയിൻ ലോക്കൽ പർച്ചേസിൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, പാർഷ്യൽ ഡെലിവറി അഗെയിൻസ്റ്റ് ലോക്കൽ പർച്ചേസ് ഓർഡർ. അപ്പോൾ പാർഷ്യൽ ഡെലിവറി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു മന്ത്ലി നമുക്ക് പർച്ചേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ സപ്ലയർ ആണെങ്കിൽ ആളോട് നമുക്ക് പറയാം, വീക്കിലി എനിക്കൊരു 250 kg അല്ലേ. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ 250 ക്വാണ്ടിറ്റി നമ്മുടെ വെയർ ഹൗസിലെത്തി, അടുത്ത വീക്കിൽ ഒരു 250 എത്തി, അങ്ങനെ ഒരു 4 ആഴ്ച കൊണ്ട് നമ്മുടെ 1000 kg ഫോളോ ചെയ്യും. അപ്പോൾ സെയിം പർച്ചേസ് ഓർഡർ തന്നെ നമുക്ക് അതിനെ ഡോക്യുമെൻ്റ് ആയിട്ട് എടുക്കാം. പക്ഷെ നമുക്ക് 4 ടൈമിലെ ഡെലിവറി വരത്തുള്ളൂ. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റേജ് കുറയും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നമ്മളും സപ്ലയർ തമ്മിലൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 1000 ക്വാണ്ടിറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എവറി ഷിപ്മെൻറ്റിൽ, ആഴ്ചയിൽ വരുന്ന ഷിപ്മെൻറ്റിൽ അവർ പാക്കിംഗ് ലിസ്റ്റും ഡെലിവറി ഓർഡറിലും ആ 250 kg ഉണ്ടാവുള്ളൂ. അങ്ങനെ 4 പാക്കിംഗ് ലിസ്റ്റും 4 ഡെലിവറി ഓർഡറും. ഇൻവോയ്സ് വരുന്നത് ഏറ്റവും ലാസ്റ്റ് ഡെലിവറിക്ക് ശേഷമായിരിക്കും ഫിനാൻസിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ.